മലയാളം റെസ്ലിംഗ് ന്യൂസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് നമ്മൾ ഒരിക്കലും WWE നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തയെ സംബന്ധിച്ചാണ്. റെസ്ൽമേനിയ എന്ന് പറയുന്ന ബിഗസ്റ്റ് ഷോ കഴിഞ്ഞാൽ WWE ബഡ്ജറ്റ് കട്ടിൻ്റെ ഭാഗമായിട്ട് കുറേയധികം സൂപ്പർ സ്റ്റാർസിനെ പുറത്താക്കാറുണ്ട്. അതിൽ തന്നെ നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത കുറേയധികം സൂപ്പർ സ്റ്റാർസിനെ, പ്രത്യേകിച്ച് മെയിൻ റോസ്റ്ററിലെ സൂപ്പർ സ്റ്റാർസിനെയൊക്കെ WWE പുറത്താക്കാറുണ്ട്. കാരണം അവർക്ക് യാതൊരുവിധ പ്ലാനും ഈ റെസ്ലറിനെ സംബന്ധിച്ച് ഇനി വരുന്ന മാസങ്ങളിൽ കൊണ്ട് തന്നെ അവർ അത് പുറത്താക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. അത് തന്നെയാണ് ഇപ്രാവശ്യവും നടന്നിട്ടുള്ളത്. 22ഓളം റെസ്ലേഴ്സിനെ റോയിൽ നിന്നും സ്മാക്ഡൗണിൽ നിന്നും NXTയിൽ നിന്നടക്കം ഇപ്പോൾ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കൈറി സെയിൻ എന്ന് പറയുന്ന റെസ്ലറിനെ പുറത്താക്കിയിട്ടുണ്ട്. അലിസ്റ്റർ ബ്ലാക്ക്, സെലീന, അങ്കിൾ ഹൗഡി, ബോ ഡാലിസ്, നിക്കി ക്രോസ്, സാൻഡോസ് എസ്കോബാർ, മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ്, അപ്പോളോ ക്രൂസ്, ഡെക്സ്റ്റർ ലൂമിസ്, റോവൻ, ജോ ഗെയ്സി, ജോയ് സ്റ്റാർക്ക്, ആൽബ ഫയർ, ഇങ്ങനെയുള്ള ഒരു മെയിൻ റോസ്റ്ററിനെ നമുക്ക് അറിയുന്ന കുറച്ച് റെസ്ലേഴ്സിനെയും പിന്നെ NXT ബ്രാൻഡിൽ നിന്നുള്ള കുറച്ച് റെസ്ലേഴ്സിനെയും അടക്കം 22 പേരെയാണ് ഇപ്പോൾ WWE പുറത്താക്കിയിട്ടുള്ളത്. ഇത് ബഡ്ജറ്റ് കട്ടിൻ്റെ ഭാഗവും പിന്നെ ഈ റെസ്ലേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ഭാവിയിലേക്ക് യാതൊരുവിധ പ്ലാനും ഇല്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ഇവർ പുറത്താക്കുന്ന നടപടിയിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് ഇവരെ ഓരോരുത്തരെയും സെലക്ട് ചെയ്തു, മറ്റ് റെസ്ലേഴ്സിനെ എന്തുകൊണ്ട് സെലക്ട് ചെയ്തില്ല, ഇതിൻ്റെ ഒരു കാരണം നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ കിട്ടുമായിരിക്കും. എന്തായാലും ഈ പുറത്താക്കലിനെ സംബന്ധിച്ച് ചില റെസ്ലേഴ്സൊക്കെ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ പ്രതികരണങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ എന്താണ് ഇവരുടെ പുറത്താക്കലിന് പിറകിലുള്ള യഥാർത്ഥ കാരണം എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഒരു അപ്ഡേറ്റ് കുറച്ച് മിനിറ്റുകൾ കൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ പെട്ടെന്ന് ഒരു വീഡിയോ സെറ്റ് ചെയ്തത്. അപ്പോൾ 22ഓളം പേരെ WWE പുറത്താക്കിയിരിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് ഇനി വരുന്ന ദിവസങ്ങളിൽ പങ്കുവെക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.